ഹലോ എവറി വൺ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SUU ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സിൻ്റെ 4th സെമസ്റ്ററിലുള്ള ആൻസിലറി കോഴ്സായിട്ടുള്ള ന്യൂസ് റിപ്പോർട്ടിംഗ് ആൻഡ് എഡിറ്റിംഗ് എന്നുള്ള സബ്ജക്റ്റിൻ്റെ 5th ബ്ലോക്ക് ആയിട്ടുള്ള ന്യൂസ് എഡിറ്റിംഗ് എന്നുള്ള ബ്ലോക്കിൻ്റെ ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള പ്രിൻസിപ്പിൾസ് ഓഫ് എഡിറ്റിംഗ് എന്നുള്ള യൂണിറ്റ് ആണ്. സോ ഇതിന് മുന്നേയുള്ള എല്ലാ യൂണിറ്റിൻ്റെയും വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ഈ ഒരു യൂണിറ്റിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് എന്താണ് എഡിറ്റിംഗ്, എന്താണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ്, എന്താണ് പ്രിൻസിപ്പിൾസ് ഓഫ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്, പ്രോസസ്സ് എന്തൊക്കെയാണ് എഡിറ്റിങ്ങിൻ്റെ, ലെവൽസ് ഓഫ് എഡിറ്റിംഗ് എന്തൊക്കെയാണ്. സോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്കിതിൽ നോക്കാനുള്ളത്. ആദ്യം തന്നെ എന്താണ് എഡിറ്റിംഗ് എന്നുള്ളതാണ് പറയുന്നത്. എന്തിനാണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് എഡിറ്റിംഗ് ഇമ്പോർട്ടൻ്റ് ആവുന്നത് എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഫർമേഷൻ ക്ലിയർ ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, വാലിഡ് ആയിരിക്കണം എന്നൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ന്യൂസുകൾ ഒരുപാട് ഒരു ദിവസം വരുന്നതാണ്. സോ അത്രയും ഹറിയിൽ നമ്മൾ ന്യൂസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് എററുകൾ വരാനുള്ള സാധ്യതകളുണ്ട്. സോ ആ എറർ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എഡിറ്റോറിയൽ ടീം നമുക്ക് ആവശ്യമാണ്. ഓക്കെ, എഡിറ്റിംഗ് എന്നുള്ള പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു എഡിറ്റോറിയൽ ടീം നമുക്ക് ആവശ്യമാണ്. അവരെന്താണ് ചെയ്യുക, ആ ഒരു ഇൻഫർമേഷനെ മുഴുവൻ ട്രിം ചെയ്യും, ആഡ് ചെയ്യാനുള്ളത് ആഡ് ചെയ്യും, പോളിഷ് ചെയ്യും, ടോൺ ചെയ്യും, ന്യൂസ് സ്റ്റോറീസിനെയൊക്കെ പ്രോപ്പറായിട്ട് പബ്ലിക്കിലേക്ക് എത്തിക്കാനുള്ള കാര്യങ്ങളാണ് എഡിറ്റിങ്ങിലൂടെ ചെയ്യുന്നത്. ഓക്കെ, സോ എഡിറ്റിംഗ് ഈസ് എ പ്രോസസ് ഓഫ് സെലക്ഷൻ, കട്ടിംഗ്, ഷേപ്പിംഗ്, കറക്ഷൻ, റിവിഷൻ ആൻഡ് ചെക്കിംഗ് ദ ഗ്രാമർ ആൻഡ് ഓവറോൾ പ്രസൻറ്റേഷൻ ഓഫ് എ പീസ് ഓഫ് ഇൻഫർമേഷൻ ഇൻ പ്രിൻറ്റഡ് ഫോം ഓർ ഇലക്ട്രോണിക് ഫോർമാറ്റ്. ഓക്കെ, പ്രിൻറ്റഡ് ഫോമിലോ ഇലക്ട്രോണിക് ഫോർമാറ്റിലോ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്ന പീസ് ഓഫ് ഇൻഫർമേഷനെ അതിൻ്റെ ഒരു ഓവറോൾ ലുക്കും ഗ്രാമറും പിന്നെ അതിൻ്റെ സെലക്ഷൻ, കട്ടിങ്, ഷേപ്പിംഗ്, റിവിഷൻ, കറക്ഷൻ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുക, എഡിറ്റിംഗ് എന്ന് പറയാം. സോ പ്രിൻറ്റഡ് ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, ന്യൂസ് പേപ്പേഴ്സ്, ബുക്സ്, മാഗസീൻസ് അങ്ങനെയുള്ളതൊക്കെയാണ്. ഇലക്ട്രോണിക് ഫോർമാറ്റ്സ് എന്ന് പറയുമ്പോൾ ടെലിവിഷൻ, റേഡിയോ, ഇൻ്റർനെറ്റ് എന്നുള്ളതൊക്കെയാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഓർഗനൈസിങ് ഇൻഫർമേഷൻ ടു കൺവേ ദ കറക്റ്റ്, കൺസിസ്റ്റൻറ്റ്, ട്രാൻസ്പെറൻറ്റ് ആൻഡ് അക്യുറേറ്റ് വർക്ക് ടു ദ പീപ്പിൾ ഹു റീഡ് ആൻഡ് വാച്ച് ദ ഫാക്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, വായിക്കുന്ന ആൾക്കാർക്കോ അല്ലെങ്കിൽ കാണുന്ന ആൾക്കാർക്കോ ഇൻഫർമേഷനെ ഓർഗനൈസ് ചെയ്ത് കറക്റ്റ് ആയിട്ടുള്ള, കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള, ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ, അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഡിറ്റിംഗ് ചെയ്യുന്നത്. ഇനി എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡിറ്റിംഗ് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. ആദ്യത്തെ കാര്യം തന്നെ എയിം ഫോർ ഫോക്കസ് ആൻഡ് അക്യുറസി എന്നുള്ളതാണ്. ഇത് സാധാരണയായിട്ട് ആൾക്കാർക്ക് നമ്മൾ ന്യൂസ് കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, അവരെ അവെയർ ആക്കാൻ അല്ലെങ്കിൽ അവർക്ക് ഇൻഫർമേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ ആ ഒരു ന്യൂസ് സ്റ്റോറി എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആയിരിക്കണം, റെലവൻറ്റ് ആയിരിക്കണം, ഫോൾട്ട് ലെസ് ആയിരിക്കണം. ഓക്കെ, കമ്മ്യൂണിക്കേറ്റഡ് ഇൻ ദ റൈറ്റ് വേ കൂടെ ആയിരിക്കണം. അത് നല്ല രീതിയിൽ നമ്മൾ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് കൂടെ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഫാക്റ്റുകൾ ചെക്ക് ചെയ്യുക, മിസ്റ്റേക്കുകളൊന്നും ഇല്ലല്ലോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക, സ്പെല്ലിങ്സ് ചെക്ക് ചെയ്യുക, അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം നോക്കുക. സോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മളവിടെ നോക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റലാണ് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിഷ്വൽ മീഡിയാസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൊണൗൺസിയേഷൻ ഓഫ് നെയിംസ് ഒക്കെ ചെക്ക് ചെയ്യണം. റേഡിയോ, ഇലക്ട്രോണിക് മീഡിയാസ് ആണെന്നുണ്ടെങ്കിൽ അവിടെ പ്രൊണൗൺസിയേഷൻ ഓഫ് നെയിംസ് നോക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. എങ്ങനെയാണെന്നുണ്ടെങ്കിലും അക്യുറേറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ വേണം നമ്മൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഡിറ്റിംഗ് ചെയ്യുന്നത്. ദെൻ രണ്ടാമത്തെയാണ് ചെക്കിംഗ് ദ ഫാക്ട് എന്ന് പറയുന്നത്. അബണ്ടൻ്റ് ഓഫ് ഇൻഫർമേഷനാണ് നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ആൾക്കാരെ മിസ്ലീഡ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്, അല്ലെങ്കിൽ ആംബിഗ്വിറ്റി ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്, കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. ഈ റീഡേഴ്സിനെ ഈസിലി മാനിപ്പുലേറ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. സോ അതൊക്കെ മാറ്റിയിട്ട് ക്രെഡിബിലിറ്റി എൻഷുർ ചെയ്യുക എന്നുള്ളതാണ്. ജെന്യൂൺ ആയിട്ടുള്ള, ക്രെഡിബിൾ ആയിട്ടുള്ള ന്യൂസുകൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. ഈ ഒരു ന്യൂസുകളെല്ലാം ഗുഡ് ആയിരിക്കണം, എറർ ഫ്രീ ആയിരിക്കണം, ട്രൂത്ത്ഫുൾ ആയിരിക്കണം. ഓക്കെ, മൂന്നാമത്തെയാണ് മെയിൻറ്റെയിൻ ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബയാസ് ഒന്നും ഇല്ലാത്ത കണ്ടന്റുകളായിരിക്കണം എന്നുള്ളതാണ്. ഫാക്റ്റും ഡാറ്റയും മാത്രം ഇൻവോൾവ് ചെയ്യുന്ന, പേഴ്സണൽ ഒപ്പീനിയൻസോ ഇമോഷൻസോ പെർസെപ്ഷൻസോ സ്വന്തം ഐഡിയാസോ ബിലീഫ്സോ ഒന്നും തന്നെ പറയാത്ത, പ്രോപ്പറായിട്ടുള്ള ഫാക്റ്റുകൾ മാത്രം പറയുന്ന ഡാറ്റാസ് ആയിരിക്കണം നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്. നെക്സ്റ്റ് ആണ് സ്റ്റേ ഇൻ ട്രാക്ക് എന്ന് പറയുന്നത്. അതായത് കുറേ അധികം ഡാറ്റകൾ നമുക്ക് അവൈലബിൾ ആണ്, സപ്പോർട്ടിംഗ് ഡാറ്റകളും ഫാക്റ്റുകളും ഒക്കെ നമുക്ക് അവൈലബിൾ ആണ്. സോ എന്ന് വെച്ച് നമ്മളുടെ മെയിൻ ട്രാക്കിൽ നിന്നും വ്യതിചലിച്ച് അതിലോട്ട് പോകാനായിട്ട് പാടില്ല. ഓക്കെ, മൾട്ടിപ്പിൾ എലമെൻറ്റ്സിന് ഒരു സിംഗിൾ സ്റ്റോറിയിൽ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കാനാണ് അല്ലെങ്കിൽ ഓവർ ഇൻഫർമേഷൻ ആവാനാണ് പോകുന്നത് എന്നുള്ളത് കൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. ഇത്രയുമാണ് എന്തെന്ന് പറയുന്ന ഒബ്ജക്റ്റീവ്സ് ഓഫ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂസ് എഡിറ്റിംഗ് അക്യുറസി എന്നുള്ളതാണ്. ഓക്കെ, അക്യുറസി എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ഫാക്റ്റും ഫിഗറും ഒക്കെ കറക്റ്റ് ആയിട്ടല്ലേ ഉള്ളത്, നെയിംസ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്യുക, ഗ്രാമർ ഒക്കെ ചെക്ക് ചെയ്യുക, അതിനാണ് നമ്മൾ എന്ത് പറയുക, അക്യുറസി എന്നുള്ളത് പറയുക. സോ അതിൻ്റെ കുറച്ച് പ്രിൻസിപ്പിൾസ് ആണ് പറയുന്നത്. ആദ്യത്തെയാണ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്.
ഓക്കെ, എവിടെ നിന്നാണ് നമുക്ക് ഈ ഡാറ്റ കിട്ടിയത്, അല്ലെങ്കിൽ എന്തെങ്കിലും കോട്ട് നമ്മൾ മെൻഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരാണ് ഈ കോട്ട് പറഞ്ഞത് എന്നുള്ള അതിൻ്റെ സോഴ്സിലേക്കുള്ള ആട്രിബ്യൂഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാലൻസ് ആൻഡ് ഫെയർനെസ് എന്നുള്ളതാണ്. രണ്ട് സൈഡും ഈക്വൽ ആക്കി വെക്കുന്ന രീതിയിൽ കൊണ്ടുവന്നതിനെയാണ് നമ്മൾ ബാലൻസ് എന്ന് പറയുക. ഫെയർനെസ് അല്ലെങ്കിൽ ട്രൂത്ത്ഫുൾനെസ് എന്ന് പറയുന്നത് രണ്ട് സൈഡിൽ നിന്നും ഉണ്ടായിരിക്കണം. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടീനെ സപ്പോർട്ട് ചെയ്യുക, ഏതെങ്കിലും ഒരു കാസ്റ്റ്, റിലീജിയൻ, കമ്മ്യൂണിറ്റി, ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വൽ, അങ്ങനെയുള്ളവരെയൊക്കെ അൺനെസസറി ആയിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യമില്ല. ന്യൂസ് കൊടുക്കുന്ന സമയത്ത് എന്താണോ ഫാക്ട് അത് പറയുക എന്നുള്ള രീതിക്കാണ് നമ്മൾ ചെയ്യുക. ദെൻ നെക്സ്റ്റ് ആണ് ബ്രിവിറ്റി എന്ന് പറയുന്നത്. അതായത് ബ്രീഫ് ആയിരിക്കണം, അക്യുറേറ്റ് ആയിരിക്കണം, ഓൺ ദ പോയിന്റ് ഇൻഫർമേഷൻ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. അത് നമുക്ക് ടൈം സേവ് ചെയ്യാനും കറക്റ്റ് ആയിട്ടുള്ള ന്യൂസ് സ്റ്റോറി കറക്റ്റ് ആയിട്ടുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാനും ഹെൽപ്പ് ചെയ്യും. ദെൻ നെക്സ്റ്റ് ആണ് ക്ലാരിറ്റി. ഇതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്ന ടേംസ് തന്നെയാണ്. ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, ക്ലിയർ ആയിരിക്കണം, കൺസൈസ് ആയിരിക്കണം, സിമ്പിൾ ലാംഗ്വേജിൽ വേണം പറയാനായിട്ട്. റീഡർക്ക് കറക്റ്റായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരിക്കണം. കറക്റ്റ് ആയിട്ടുള്ള വേർഡ് റൈറ്റ് ടൈമിൽ സിമ്പിൾ സെൻറ്റൻസസിൽ നമ്മൾ ന്യൂസ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ആണ് റീഡബിലിറ്റി എന്ന് പറയുന്നത്. ഹൗ ഈസിലി യു ക്യാൻ റീഡ് എ പീസ് ഓഫ് ഇൻഫർമേഷൻ എന്നുള്ളതിനെയാണ് നമ്മൾ റീഡബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഷോർട്ട് സെൻറ്റൻസസ് യൂസ് ചെയ്യുക, സിമ്പിൾ സെൻറ്റൻസസ് യൂസ് ചെയ്യുക, ജാർഗൺസ് ഒക്കെ അവോയ്ഡ് ചെയ്യുക. ജാർഗൺസ് പറഞ്ഞാൽ പെർട്ടിക്കുലർ ഏരിയാസിൽ വരുന്ന സ്പെസിഫിക് ടേംസ് ആണ്. സോ അതൊക്കെ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷനിൽ അവോയ്ഡ് ചെയ്യുക. ഒരു സെൻറ്റൻസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 18 വേർഡ്സിൽ കൂടാനായിട്ട് പാടില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ ആവുന്ന സമയത്ത് ഫുള്ള് ഒരു പാരഗ്രാഫ് മൊത്തം ഒറ്റ സെൻറ്റൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ മീനിങ് അനലൈസ് ചെയ്തെടുക്കാൻ കുറച്ച് സമയം എടുക്കും. അത് വായിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവണം എന്നില്ല. ഓക്കെ, കൺഫ്യൂഷൻ വരാനുള്ള സാധ്യതയുണ്ട്. സോ അങ്ങനെയുള്ളതൊക്കെ മാറ്റിയിട്ട് റീഡബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക. ദെൻ ഹ്യൂമൻ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് പീപ്പിൾസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ, അവരുടെ ഇമോഷൻസ്, അവരുടെ ആസ്പിറേഷൻസ് എല്ലാം മൈൻഡിൽ വെച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, എഡിറ്റ് ചെയ്യാനായിട്ട്. ഒരു കോമൺ മാൻ്റെ ഇമോഷൻസ് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ കുറച്ചുകൂടെ പീപ്പിളിന് റിലേറ്റബിൾ ആയിട്ട് വരുന്ന രീതിയിൽ വേണം എഡിറ്റിംഗ് ചെയ്യാനായിട്ട്. ഇത്രയുമാണ് എന്തെന്ന് പറയുന്നത് എഡിറ്റിങ്ങിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് പ്രോസസ് ഓഫ് എഡിറ്റിംഗ്. എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളത്. ആദ്യത്തെ ആണ് റിവിഷൻ എന്ന് പറയുന്നത്. അതായത് ന്യൂസിൻ്റെ റൈറ്റപ്പിനെ എക്സാമിൻ ചെയ്യുക, അതിനെ ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക, റീ അറേഞ്ച്മെൻറ്റ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യുക. മാർജിനൽ നോട്ട്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതി വെക്കാം. അഡീഷനോ ട്രിമ്മിങ്ങോ എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യാം. ബേസിക് ആയിട്ട് നമ്മൾ അത് ചെയ്യുന്ന എഡിറ്റിങ്ങിനാണ് റിവിഷൻ എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ദെൻ നെക്സ്റ്റ് ആണ് സ്ട്രക്ചറൽ റീ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അതായത് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് സ്റ്റോറീനെ നോർമലി സ്ട്രക്ചർ ചെയ്യാണ് നമ്മൾ ചെയ്യുക. സബ് എഡിറ്റർ ഓഫ് ദ ന്യൂസ് ആണ് ഇത് മെയിനായിട്ട് നമ്മൾ ചെയ്യാറുള്ളത്. ആ ഒരു പേഴ്സണാണ് ഇതിനെക്കുറിച്ച് മെയിനായിട്ട് ചെയ്യാറുള്ളത്. ഇങ്ങനെയുള്ള പേഴ്സൺസിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത ചാപ്റ്ററിൽ പഠിക്കാനുണ്ട് കേട്ടോ. സോ ഈ ഒരു റീഓർഗനൈസേഷൻ അവർ ചെയ്യുന്നത് റിട്ടൺ ന്യൂസ് സ്റ്റോറീൻ്റെ ഒരു കോപ്പി അവർക്ക് കിട്ടിയതിന് ശേഷമാണ്. എല്ലാ ഫാക്റ്റുകളും ഫിഗറും ഒക്കെ ലെജിബിളി അസംബിൾ ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക, ഒരു അണ്ടർസ്റ്റാൻഡബിൾ മാനറിലേക്ക് അതിനെ റീസ്ട്രക്ചർ ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ വരുന്നത്. എല്ലാ ടൈനി പീസ് ഓഫ് ഇൻഫർമേഷനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ട്രിം ചെയ്ത് അൺവാണ്ടഡ് ആയിട്ടുള്ള ഡാറ്റ മുഴുവൻ മാറ്റി പ്രോപ്പർ ആയിട്ടുള്ളൊരു രീതിയിലേക്ക് കൊണ്ടുവരിക. ദെൻ നെക്സ്റ്റ് ആണ് ഷോർട്ടനിങ് എന്ന് പറയുന്നത്. ലോങ് ആയിട്ടുള്ള ഫാക്റ്റുകളൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ അത്ര മുഴുവൻ മനസ്സിലാക്കാനുള്ള സംഭവം അവർക്ക് ഉണ്ടാവില്ല. വായിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ അത്ര ഇഷ്ടം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ട് അതിനെ ഷോർട്ടായിട്ടും ക്രിസ്പായിട്ടും പ്രിസൈസ് ആയിട്ടും മാറ്റാം. ഓക്കെ, സൂട്ടബിൾ നമ്പർ ഓഫ് ഫാക്ട് ആൻഡ് ഫിഗേഴ്സ് മാത്രം നമ്മൾ ആഡ് ചെയ്യുക. ക്യൂരിയോസിറ്റി ജനറേറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആഡ് ചെയ്യുക. അതുപോലെ ഇല്ലസ്ട്രേഷൻസോ അങ്ങനെയുള്ള എന്തെങ്കിലും ആവശ്യമുണ്ടെന്നെങ്കിൽ ആഡ് ചെയ്യുക, ഇല്ല എന്നുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യുക. സോ അത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ആണ് ടൈറ്റിൽ അല്ലെങ്കിൽ ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. അതായത് ടൈറ്റിൽ ആണ് ഏറ്റവും അട്രാക്റ്റീവായിട്ട് നമുക്ക് വേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ക്യാച്ചി ആയിട്ട് വേണ്ട ഒരു കാര്യം. സോ അത് റീഡേഴ്സിനെ അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലല്ല വെച്ചിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അവരത് ചേഞ്ച് ചെയ്യണം. ടൈറ്റിലിനെ മോണിറ്റർ ചെയ്യുക, അത് സൂട്ടബിൾ ആണോ എന്നുള്ളത് നോക്കുക. അല്ലാന്നുണ്ടെങ്കിൽ എഡിറ്റർക്ക് അതിനെ റീടൈറ്റിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇത്രയുമാണ് എഡിറ്റിങ്ങിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് ടോപ്പിക്കാണ് ലെവൽസ് ഓഫ് എഡിറ്റിംഗ് എന്ന് പറയുന്നത്. നമുക്ക് 3 ലെവൽ ഓഫ് എഡിറ്റിംഗ് ആണുള്ളത്. സ്ട്രക്ചറൽ എഡിറ്റിംഗ്, കോപ്പി എഡിറ്റിംഗ്, പ്രൂഫിംഗ് അല്ലെങ്കിൽ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. സ്ട്രക്ചറൽ എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സബ്സ്റ്റാൻറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ എഡിറ്റിങ്ങിനെയാണ് എന്നും പറയാറുണ്ട്. നമ്മളിതിൻ്റെ വേറെ പേരുകളാണ് സബ്സ്റ്റാൻറ്റീവ് എഡിറ്റിംഗ് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റൽ എഡിറ്റിംഗ് എന്ന് പറയുന്നത്. ഒരു സ്ട്രക്ചറൽ വേരിയേഷൻസോ ന്യൂസ് സ്റ്റോറിയിലെ ചേഞ്ചസോ ഒക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതിനെയാണ് സ്ട്രക്ചറൽ എഡിറ്റിംഗ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ക്ലിയർ ഐഡിയ ഓഫ് എഡിറ്റിംഗ് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണിത്. കുറച്ചുകൂടെ കോപ്പി എഡിറ്റിങ്ങിനേക്കാളും കുറച്ചും കൂടെ കാര്യങ്ങൾ നമ്മുടെ സ്ട്രക്ചറൽ എഡിറ്റിങ്ങിൽ വരും. ഇതിലെന്തൊക്കെയാണ് നോക്കുക എന്ന് പറഞ്ഞാൽ കണ്ടന്റ് നോക്കും, ഇൻഫർമേഷൻ നോക്കും, ലാംഗ്വേജ്, സ്റ്റൈല്, ടോണ്, ക്ലാരിറ്റി, വൊക്കാബുലറി, സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ ലെങ്ത്ത്, കൊഹറൻസ്, കണ്ടിന്യൂറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, സ്ട്രക്ചറൽ എഡിറ്റിംഗ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് ആണ് കോപ്പി എഡിറ്റിംഗ് എന്ന് പറയുന്നത്. കോപ്പി എഡിറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റൈറ്റപ്പ് കറക്റ്റ് ഗ്രാമറിലാണോ, സ്പെല്ലിങ് കറക്റ്റ് ആണോ, പങ്ക്ച്വേഷൻ കറക്റ്റ് ആണോ, റീഡബിൾ ആണോ എന്നൊക്കെ നോക്കുന്ന പ്രോസസ്സിനെയാണ് കോപ്പി എഡിറ്റിംഗ് എന്ന് പറയുക. സോ ഇവരെയാണ്, ഇത് ചെയ്യുന്ന ആൾക്കാരെയാണ് കോപ്പി എഡിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ എറേഴ്സ് ഒന്നും ഇല്ലാതെ പ്രൂഫ് റീഡർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ചെയ്യുന്നത്.
ദെൻ നെക്സ്റ്റ് ആണ് പ്രൂഫിംഗ് ഓർ പ്രൂഫ് റീഡിംഗ് എന്ന് പറയുന്നത്. അതായത് ഫൈനൽ ന്യൂസ് റൈറ്റപ്പിനെ അല്ലെങ്കിൽ അതിൻ്റെ ഗ്രാമറിനൊക്കെ പ്രൂഫ് റീഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. സോ പ്രൂഫിംഗ് ആൻഡ് പ്രൂഫ് റീഡിങ്ങിൽ വരുന്നത് സ്പെല്ലിംഗ്, ഗ്രാമർ, പങ്ക്ച്വേഷൻ അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഒക്കെ ടെക്സ്റ്റിൻ്റെ എലമെൻറ്റ്സിനെയൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ് വരുന്നത്. സോ എഡിറ്റിംഗ് പ്രോസസ്സ് ഇതിന് ശേഷമായിരിക്കും കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇത് സബ് എഡിറ്റേഴ്സോ അല്ലെങ്കിൽ പ്രൂഫ് റീഡേഴ്സോ ആയിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, സോ ഇത്രയാണ് ലെവൽസ് ഓഫ് എഡിറ്റിംഗിൽ വരുന്നത്. സോ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജിൽ കുറച്ച് സിമ്പിൾസ് തന്നിട്ടുണ്ട്, അതിൻ്റെ മീനിങ്സ് എങ്ങനെയാണ് എന്നുള്ളത്. പ്രൂഫ് റീഡിംഗ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ സിമ്പിൾസ് യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതിൽ തന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സ്ക്വയർ റൂട്ട് ഇടുന്ന പോലെ ഒരു സാധനം നമ്മൾ ഇടുകയാണ് എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെറ്റർ മാത്രം ക്യാപിറ്റൽ ഇടണം, ബാക്കിയുള്ളതൊക്കെ സ്മോൾ ലെറ്റർ എഴുതണം എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സിമ്പിൾ ആണെന്നുണ്ടെങ്കിൽ റേസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഇതാണെന്നുണ്ടെങ്കിൽ ലോവർ എന്നുള്ളതാണ്. സൂപ്പർ സ്ക്രിപ്റ്റ്, സബ്സ്ക്രിപ്റ്റ്, പീരീഡ്. സോ അങ്ങനെ പലതരത്തിൽ ഇപ്പോൾ സെമി കോളൻ ഇടണം എന്നുള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ ഒരു ആരോ മാർക്ക് അങ്ങനെ ഒരു സിമ്പിൾ ഇട്ടിട്ട് അതിനകത്ത് സെമി കോളൻ ഇടുക. സോ ആ രീതിയിൽ പ്രൂഫ് റീഡിങ്ങിൻ്റെ സമയത്ത് എല്ലാം നമുക്ക് ശരിയാക്കാൻ പറ്റില്ല. സോ ഇങ്ങനെ സിമ്പിൾസ് യൂസ് ചെയ്തിട്ട് പ്രൂഫ് റീഡിങ് ചെയ്യാറുണ്ട് എന്നുള്ളത് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.